ചാനലിൻ്റെ റേറ്റിംഗ് നിർണ്ണയിക്കുന്ന മാർക്കിൽ എത്രയോ കാലമായി ഏഷ്യാനെറ്റാണ് മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം കേട്ടത് ഇത്തവണ ഈ ഏഷ്യാനെറ്റിന് വലിയ പതനം സംഭവിച്ചു എന്നാണ്. വാസ്തവമുണ്ടോ അതിനകത്ത്? സംഭവിച്ചു. ഏഷ്യാനെറ്റ് തലകുത്തി വീണു. 24 ഒന്നാം സ്ഥാനത്തെത്തി. അത് വലിയ വിപ്ലവമാണ്. കാരണം കേരളത്തിൽ മലയാളിയെ സ്വകാര്യ ചാനലുകൾ എന്ന നിലയ്ക്ക് പരിചയപ്പെടുത്തിയത് ഏഷ്യാനെറ്റാണ്. കാരണം സിയൊക്കെയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ സ്വകാര്യ ചാനലായിട്ട് ആരംഭിക്കുന്നത്. ദൂരദർശന് മാത്രം കുത്തകയുണ്ടായിരുന്ന കാലത്ത് കേരളത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ച ചാനലാണ് ഏഷ്യാനെറ്റ്. കേരളത്തിൻ്റെ കഴിഞ്ഞ 10-25 വർഷക്കാലത്തെ വാർത്താഗതിയെ നിയന്ത്രിച്ച ചാനലാണ് ഏഷ്യാനെറ്റ്. പക്ഷേ ഏഷ്യാനെറ്റ് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ ഫലം ഏഷ്യാനെറ്റ് അനുഭവിക്കുകയാണ്. ഏഷ്യാനെറ്റ് ഇപ്പോൾ 2ാം സ്ഥാനത്താണ്. ഏഷ്യാനെറ്റ് ഇനി 3-ാം 4-ാം സ്ഥാനത്തൊക്കെ എത്തി. ഒരുപക്ഷെ ജയ്ഹിന്ദ് TV എന്ന് പറയുന്ന ചാനലൊക്കെ ഉണ്ട്, ജീവനൊക്കെ ഉണ്ട്. അങ്ങനെ നടന്നു പോകുന്നു. അതിൻ്റെയൊക്കെ പിന്നിലെത്തുന്ന തരത്തിലേക്ക് ഏഷ്യാനെറ്റ് പോകുമെന്ന് എൻ്റെ വിചാരം ഇന്ന് ബലപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് പ്രോഗ്രാം ഞാൻ കണ്ടു. യുവജനോത്സവം എന്ന് പറയുന്നൊരു പരിപാടിയാണ്. ചെറുപ്പക്കാരനായ ഒരു ആങ്കർ അവതരിപ്പിക്കുന്നു. ഷിഹാസ് എന്നാണ് അയാളുടെ പേര്. ഇരാറ്റുപേട്ടക്കാരനാണ്. ഇരാറ്റുപേട്ടയുടെ പ്രത്യേകത ഞാൻ പറയണ്ട. ഇരാറ്റുപേട്ട എന്ന് പറയുമ്പോൾ ആളുകൾ മറ്റു പല കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടുന്നൊരു സ്ഥലമാണ് ഇരാറ്റുപേട്ട. അവിടെ നിന്നുള്ള ചെറുപ്പക്കാരനാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഷിഹാസിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റിയെ ആരെങ്കിലും സംശയിച്ചാൽ ചിലരെങ്കിലും തെറ്റു പറയാൻ പറ്റില്ല. സ്വാഭാവികമാണ്, അങ്ങനെ ആവണമെന്നില്ല ചെറുപ്പക്കാരൻ. പക്ഷേ ഇന്നത്തെ പ്രോഗ്രാം, യുവജനോത്സവം എന്ന പ്രോഗ്രാം, ഓരോ ക്യാമ്പസിലേക്ക് ഈ ആങ്കർ കടന്നു ചെന്നിട്ട് അവിടുത്തെ കുട്ടികളുമായി സംവദിക്കുന്നു. പണ്ട് കൈരളി TVയിൽ സ്റ്റുഡൻസ് ഓൺലി എന്ന് പറയുന്ന പ്രസിദ്ധമായൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഈ ഗോവിന്ദൻകുട്ടി നടത്തിയിരുന്ന അതിമനോഹരമായ പരിപാടി. അതിന് ബീറ്റ് ചെയ്യുന്നൊരു പ്രോഗ്രാം കേരളത്തിൽ അതിനുശേഷം ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമ്മൾ ചാനൽ മാറ്റത്തില്ല, അതെ, കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്ര ഇപ്പോഴും ആളുകൾ പറയും ആ പ്രോഗ്രാം പോലെ യുവാക്കളുടെ മനസ്സറിഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിട്ടില്ല എന്ന്. ഈ ഷിഹാസൊക്കെ അതൊന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. ഏതായാലും ഷിഹാസിൻ്റെ ഇന്നത്തെ പ്രോഗ്രാം ക്യാമ്പസിലെ കുട്ടികളെ കാണുന്നു. എന്നിട്ട് ആങ്കർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കണം. ഗുസ്തിത്തിൽ നമ്മുടെ ഫെഗോട്ട് പരാജയപ്പെട്ടു, എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? മറുപടി വരുന്നത് മോദിയാണ് കാരണം. എന്നിട്ട് BJPക്കും നരേന്ദ്രമോദിക്കുമെതിരെ ഉത്തരം പറയാവുന്ന തരത്തിലുള്ള ലീഡിങ് ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെ കുട്ടികളെ കൊണ്ട് അത് തന്നെ പറയിപ്പിക്കുന്നു. വർഗീയത, മോദിയെ പോലെയുള്ള ഒരാൾ, ഫാസിസ്റ്റ്, മോദി നടത്തിയ പ്രസംഗങ്ങൾ, ഇത് മാത്രം പറയുന്നു. ഒരു വേറിട്ടൊരു ഇങ്ങനെ അഭിപ്രായങ്ങൾ കുട്ടികൾ പറഞ്ഞാൽ ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ചോദ്യം വരാം. ചെയ്യണം, അങ്ങനെ കുട്ടികൾ പറഞ്ഞാൽ. പക്ഷേ അതൊരു ബാലൻസിങ് വേണം. അതല്ലാതെ ഒരു സ്വതന്ത്ര മാധ്യമമെന്ന് അവകാശപ്പെടുന്ന ഒരു മാധ്യമം ഏകപക്ഷീയമായി ഒരു പാർട്ടിയെ, ഒരു നേതാവിനെ, അത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ മാത്രമായി ഫോക്കസ് ചെയ്ത് ഒരു പരിപാടി ചെയ്യാമോ എന്നതാണ് ചോദ്യം. ഈ ഷിഹാസ് എന്ന് പറയുന്ന ആൾ ഇതുപോലെ കുപ്രസിദ്ധമായ പല പരിപാടികളും ചെയ്തിട്ടുണ്ട്. അത് പലതും വിവാദവുമായിട്ടുണ്ട്. ഏഷ്യാനെറ്റിലെ പലരും അങ്ങനെയാണ്. പലരും ചെയ്തിട്ടുള്ള പരിപാടികൾക്കിടയിലൂടെ അവരുടെ സ്ഥാപിത താല്പര്യം അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, ഒരു മൂവ്മെൻറ്റിനെ, അല്ലെങ്കിൽ BJP എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിരന്തരം ആക്രമിക്കുക എന്നത് മാത്രം കേവലം അജണ്ടയായി പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകളുടെ കേന്ദ്രമായി ഏഷ്യാനെറ്റ് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ക്ലാസിക് ഉദാഹരണമാണ് ഇന്നത്തെ പ്രോഗ്രാം. ഇന്നത്തെ പ്രോഗ്രാം പോകുമ്പോഴും ഏഷ്യാനെറ്റിൻ്റെ അടിയിലൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. ഈ പരിപാടിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇന്ന നമ്പറിലേക്ക് അയക്കും എന്നുള്ളത്. വളരെ മ്ലേച്ഛമായൊരു മാധ്യമ സംസ്കാരമാണ്. കാരണം ഏഷ്യാനെറ്റ് ഒരു സ്വതന്ത്ര മാധ്യമമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ സ്വതന്ത്രമായി പോകണം. ഏകപക്ഷീയമായി ഒരു വിഭാഗത്തെ മാത്രം നിരന്തരമായി ആക്രമിക്കുക, അതാണ് ഏഷ്യാനെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് നിരന്തരം നിർഭയം സത്യം പറയുന്ന ഒരു മാധ്യമം എന്ന് പറയുന്ന ഏഷ്യാനെറ്റിന് ഭൂഷണമാവുക? ഏഷ്യാനെറ്റ് 1ാം സ്ഥാനത്തു നിന്ന് വീണിരിക്കുന്ന സമയത്ത് വന്നിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളൊരു പ്രോഗ്രാം ചെയ്തു. അതായത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന പോലെ വോട്ടുമ്മൽ ഗേൾസ് എന്നൊരു പ്രോഗ്രാം. ഏഷ്യാനെറ്റിൻ്റെ മുതലാളി തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. അന്ന് നമ്മൾ കൃത്യമായി ഈ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തവരാണ്. മത്സരിക്കുന്ന അതേ സമയത്ത് തൃശ്ശൂർ മണ്ഡലത്തിൽ ഈ വോട്ടുമ്പേൽ ഗേൾസ് എന്ന് പറഞ്ഞ് കുറച്ച് പെൺപിള്ളേർ റിപ്പോർട്ടർമാരിങ്ങനെ പോയിട്ട് തൃശ്ശൂർ ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്തത് മുഴുവൻ BJPക്കും നരേന്ദ്രമോദിക്കും എതിരായിട്ട്, സുരേഷ് ഗോപിക്കുമെതിരെയുള്ള പ്രോഗ്രാമായിരുന്നു. അതേസമയം തന്നെ അവരുടെ മൈക്രോഫോൺ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, അതിൻ്റെ പ്രൊമോയും പോകുന്നുണ്ട്. അതിനകത്ത് 4-5 പേരെ കൊണ്ടുവന്നിട്ട് ഒരാൾ മോദിയുടെ അപ്പൻ്റെ വകയാണോ, മോദിയുടെ ഡാഷ് വകയാണോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഡയലോഗ് വെച്ച് 5 പേരോ മറ്റോ പ്രൊമോയിൽ 5 പേരും മോദിയെ തെറി പറയുന്ന ഒരു പ്രൊമോ മറ്റൊരു പ്രോഗ്രാമിൻ്റെ പരസ്യം വിട്ടു. അതായത് ഏഷ്യാനെറ്റിൻ്റെ മുതലാളി തിരുവനന്തപുരത്ത്
മോദിയുടെ പേര് പറഞ്ഞ് ബി ജെ പിയുടെ കൂടെ വോട്ട് കിട്ടി ജയിക്കാൻ ശ്രമിക്കുമ്പോൾ ബി ജെ പിയുടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയ ചാനലാണ് ഏഷ്യാനെറ്റ്. ഇത് മാത്രമല്ല, മോദിയുടെ പേര് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ അവിടെ ഇറങ്ങി നിന്ന് ആര് വോട്ട് ചെയ്യും? രാജീവ് ചന്ദ്രശേഖറിന് നരേന്ദ്രമോദിയും ബി ജെ പിയും എന്നുള്ള പാർട്ടി പിന്നിലുള്ളതുകൊണ്ടല്ലേ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് എല്ലാം വോട്ട് കിട്ടുന്നത്. അല്ലാതെ രാജീവ് ചന്ദ്രശേഖറിന് മാത്രമല്ല, ഇനി കെ സുരേന്ദ്രനായാലും കെ സുരേന്ദ്രൻ എന്നുള്ള വ്യക്തിക്കല്ലല്ലോ, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, പാർട്ടിയുടെ മുഖം എന്ന നിലയിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. അങ്ങനെയുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളുടെ സ്ഥാപനം, അവരുടെ USP ആയ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ വിജയം എങ്ങനെ ഉണ്ടാവും? അതാണ് രാജീവ് ചന്ദ്രശേഖർ അനുഭവിച്ചത്. അതിനുശേഷം ഏഷ്യാനെറ്റ് പഠിച്ചില്ല. ഒരുപക്ഷെ സ്വന്തം മുതലാളിയെ തോൽപ്പിക്കാൻ വേണ്ടി അശ്രാന്തം പണിയെടുത്ത ചാനൽ എന്ന ബഹുമതി ഏഷ്യാനെറ്റിനുണ്ട്. ഏതായാലും ഏഷ്യാനെറ്റിൽ മിടുമിടുക്കന്മാരായിട്ടുള്ള ജേർണലിസ്റ്റുകളുണ്ട്. വിനു വി വിജയനോടൊക്കെ കുറേ പാർഷ്യാലിറ്റിയൊക്കെ ഉണ്ടെങ്കിലും വിനു ഒക്കെ നല്ല ഒന്നാം തരം ജേർണലിസ്റ്റുകളാണ്. വളരെ ബോൾഡായി നിലപാടുകൾ എടുക്കുന്ന ജേർണലിസ്റ്റുകളാണ്. സിന്ധു സൂര്യകുമാർ എക്സിക്യൂട്ടീവ് എഡിറ്ററാണെന്ന് എനിക്ക് തോന്നുന്നത്. വിനുവിനും വളരെ പ്രധാനപ്പെട്ട ചുമതലയുണ്ട്. പക്ഷേ ഇത്തരം ഏകപക്ഷീയമായ പരിപാടികൾ ഒരു വ്യക്തിയുടെ, ഏഷ്യാനെറ്റിൻ്റെ അജണ്ട ഇതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഏഷ്യാനെറ്റിന് BJPയെ തകർക്കണമെന്നോ അല്ലെങ്കിൽ മോദിയെ ഇകഴ്ത്തണമെന്നോ എന്നും പരിപാടി ഉള്ളതായി എന്നൊരു പരിപാടി ഉള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല, ഈ നിമിഷം വരെ വിശ്വസിക്കുന്നില്ല. പക്ഷേ അതിലെ ജീവനക്കാരായ ജേർണലിസ്റ്റുകളായ ഓരോ വ്യക്തികൾ ഇത്തരം പരിപാടികൾ നിരന്തരം ഷൂട്ട് ചെയ്യുകയാണ്. ഈ ഷൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന സാധനം ഇതൊന്നും ലൈവ് അല്ലല്ലോ, ഷൂട്ട് ചെയ്ത് പിന്നീട് പ്രോസസ്സ് ചെയ്തിട്ടാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഒരു കൊച്ചു ചാനലായ നമ്മൾ പോലും അങ്ങനെയാണ്. പല പ്രോഗ്രാമുകളും നമ്മൾ ഷൂട്ട് ചെയ്ത്, നമ്മൾ എഡിറ്റ് ചെയ്ത്, വീഡിയോ എഡിറ്റിംഗ് കൂടാതെ ജേർണലിസ്റ്റിക് ആയിട്ടുള്ള എഡിറ്റിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണ് മോണിറ്റർ ചെയ്തിട്ടാണ് നമ്മൾ പോലും ടെലികാസ്റ്റ് ചെയ്തത്. പക്ഷേ ഇത് ഏഷ്യാനെറ്റിൽ സിന്ധു സൂര്യകുമാറിനെ പോലെയും വിനു വി ജോണിനെ പോലെയും PGയെ പോലെയുള്ള വലിയ മഹാരഥന്മാരെന്ന് ഞാൻ ഭാവിക്കുന്നതെന്ന് പറയത്തുള്ളൂ. കാരണം അവരങ്ങനെയാണെങ്കിൽ ഇങ്ങനൊന്നും വരത്തില്ല. ഭാവിക്കുന്ന ആളുകൾ ഇരിക്കുമ്പോൾ അവരുടെ ഡെസ്കിൽ അവർ ടെലികാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണെന്ന് അവർക്ക് അറിയുന്നില്ല എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണിത്. ഇന്നിപ്പോൾ BJP നേതാവ് സന്ദീപ് വാര്യർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ജിഹാദി ഒരു പ്രോഗ്രാം ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. സന്ദീപ് വാര്യരുടെ പോസ്റ്റ് ഇങ്ങനെയാണ്, 26 മിനിറ്റ് മുമ്പ് വന്ന പോസ്റ്റാണ്. ഏഷ്യാനെറ്റിലെ യുവജനോത്സവം അവതാരകൻ ജിഹാദി ഷിഹാസിനോടാണ് സ്ഥാപിത താല്പര്യം വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഏകപക്ഷീയമായി പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്ത് ചൊറിയാൻ നിൽക്കരുത്. അപ്പോൾ സന്ദീപിൻ്റെ പോസ്റ്റിൽ ചൊറിയാൻ നിൽക്കരുത് എന്നൊരു പറച്ചിലുണ്ട്. കാരണം കൊള്ളട്ടെ എന്ന് മാത്രമല്ല, BJP ഇനി പഴയ BJPയുടെ വ്യക്താവും സംസ്ഥാനത്തെ നേതാവാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ ചൊറിയാൻ നിൽക്കരുതെന്ന് പറഞ്ഞാൽ ചൊറിഞ്ഞാൽ തിരിച്ച് ചൊറിയും എന്നൊരു സൂചനയുണ്ട്. ഞാനിത് കാണുന്നത് സന്ദീപ് കഴിഞ്ഞ ദിവസം നടത്തിയൊരു ഇടപെടലുണ്ട്. സന്ദീപിൻ്റെ നിരന്തരം പോസ്റ്റുകളിൽ വന്നിട്ട് ലിജോ ജോസ് എന്ന് പറയുന്ന, ലിജോ ജോസ് പല്ലിശ്ശേരിയല്ല, ലിജോ ജോസ് എന്ന് പറയുന്ന ഒരാൾ നിരന്തരം വന്ന് തെറി വിളിക്കുക. സന്ദീപ് വാര്യരുടെ എല്ലാ പോസ്റ്റിനും ഇടയ്ക്ക് വന്ന് വൃത്തികെട്ട തെറി, അതായത് അവസാനം വന്ന് അമ്മയ്ക്കും അച്ഛനും ഒക്കെ പറയുന്നു. അങ്ങനെ ആയപ്പോൾ സന്ദീപിന് അത് ബുദ്ധിമുട്ടായി. കാരണം നമ്മൾ രാഷ്ട്രീയമായി അഭിപ്രായ ഭിന്നത പറയാം, പക്ഷേ തെറി പറയുന്നതൊക്കെ ഭൂഷണമല്ല. എന്നാൽ BJPക്കാരെ തെറി പറയുക എന്നുള്ള കുറേ ആളുകൾക്ക് അജണ്ടയാണ്, രസമാണ്. അപ്പോൾ ആ സന്ദീപ് എന്ത് ചെയ്യുന്നറിയോ, ഈ ലിജോ ജോസിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ FB പേജിൽ എടുത്ത് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് FBയിലിട്ട് ഇവൻ കുറേ കാലമായി ഇങ്ങനെ വന്ന് തെറി പറയുന്നു, അമ്മയ്ക്കും അച്ഛനും ഒക്കെ വിളിക്കുന്നു, സഹി കെട്ടു, ഇവനെ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടു. അത് ആയിരക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്തു, ആയിരക്കണക്കിന് ആളുകൾ അന്വേഷിച്ചു. ഒടുവിൽ ലിജോ ജോസിനെ കണ്ടുപിടിച്ചു. അയാൾ കൊല്ലത്ത് അഞ്ചൽകാരനാണ്, കണ്ടുപിടിച്ചു. മസ്കറ്റിൽ ജോലി ചെയ്യണം. മസ്കറ്റിൽ ഇയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് BJPയുടെ ആളുകളെത്തി പറഞ്ഞു അടിച്ചതിൻ്റെ കൈകാലം തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ലിജോ ജോസ് ഒടുവിൽ സന്ദീപിനെ വിളിച്ച് മാപ്പ് പറഞ്ഞു. അപ്പോൾ ചൊറിയാൻ നിൽക്കരുത് എന്ന് സന്ദീപ് പറഞ്ഞാൽ കേരളത്തിലെ BJPയുടെ ശബ്ദമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് കൂടിയാണ് സന്ദീപ് വാര്യർ ഈ ഷിഹാസിനോട് ചൊറിയാൻ നിൽക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. ചൊറിഞ്ഞ് അതിൻ്റെ പരമാവധി എത്തിയിരിക്കുന്നു എന്ന് BJP തിരിച്ചറിഞ്ഞിരിക്കുക. ലിജോ ജോസിനെ പോലെ ആളുകൾ കേരളത്തിലെ മാധ്യമപ്രവർത്തകരെയും തേടിയെത്തുന്ന ഒരു കാലമുണ്ടായാൽ, എന്തായാലും BJP ഫാസിസ്റ്റ് അല്ലേ, ഫാസിസ്റ്റ് പാർട്ടി എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ ഇത്തിരി ഫാസിസമാകാമെന്ന് കേരളത്തിലെ BJP തീരുമാനിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ നോക്കൂ, സോഷ്യൽ മീഡിയയിൽ നോക്കൂ, ശോഭാ സുരേന്ദ്രനെ, K സുരേന്ദ്രനെയൊക്കെ എത്ര കേട്ടാൽ അറയ്ക്കുന്ന തെറിയല്ലേ പറയുന്നത്. K സുരേന്ദ്രൻ്റെ മകളെക്കുറിച്ച്, ചെറിയ കുട്ടിയാണ്, ആ കുട്ടിയെക്കുറിച്ച് പോലും അശ്ലീലം പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ BJPക്കാരെ ആർക്കും എന്തും പറയാം. അത് BJPക്കാരൻ സുരേന്ദ്രനും സന്ദീപ് വാര്യരും മാത്രമല്ല, ശോഭാ സുരേന്ദ്രനും മാത്രമൊന്നുമല്ല, പ്രധാനമന്ത്രി മോദി കേരളത്തിൽ ആർക്കും എന്തും പറയാവുന്ന ഒരാളായി. ഇന്നലെ വയനാട്ടിൽ
നരേന്ദ്രമോദി സന്ദർശനം നടത്തുമ്പോൾ ഒരുത്തൻ FB ഇട്ടിരിക്കുക ആ ഹെലികോപ്റ്റർ ഒന്ന് താഴത്തോട്ട് വീണിരുന്നെങ്കിൽ. ഇങ്ങനെ മാറിയിട്ടുണ്ട് കേരളത്തിലെ ചൊറിച്ചിലുകാരുടെ കഥ. ആ ചൊറിച്ചിലുകാരുടെ BJP കൊടുത്തിരിക്കുന്ന, സന്ദീപ് വാര്യർ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് നന്നായിരിക്കുന്നു. അതിൽ മാധ്യമപ്രവർത്തകരും കൂടെ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നല്ലതാണ്. നമ്മളും വഴിവിട്ട് ആരെയെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിക്കാനും ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മളെയും ഓഡിറ്റിന് വിധേയമാകട്ടെ. മാധ്യമപ്രവർത്തകരാണ്, ഒരു ക്യാമറയുണ്ട്, ഒരു പേനയുണ്ട്, അല്ലെങ്കിൽ ഒരു DTP ചെയ്യാൻ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിപ്പുണ്ട്, ഒരു മൈക്കുണ്ട് എന്ന് കരുതി എന്തും പറയാമെന്ന് കരുതരുത്. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മഹത്തായ ഒരു സ്ഥാപനമാണ്. അത് കേരളത്തിലെ ദൃശ്യ മാധ്യമ രംഗത്ത് വലിയ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കിയ, കേരളത്തിൻ്റെ വാർത്താ സംസ്കാരത്തിന് വലിയ സംഭാവന നൽകിയ, കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ ഒരുപാട് സഹായിച്ച, മഹാരഥന്മാർ നയിച്ച ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ഇതുപോലെയുള്ള കീടങ്ങളെ വെച്ച് പരിപാടികൾ ചെയ്യിച്ച് ഈ സ്ഥാപനത്തിൻ്റെ റേറ്റിംഗ് ഇനിയും കുറയ്ക്കാനിടയാക്കരുതെന്ന് സിന്ധു സൂര്യകുമാറും വിനു ബി ജോണും ഒക്കെ ആലോചിക്കേണ്ടതുണ്ട്. മാധ്യമ പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് രാഷ്ട്രീയത്തെ വിമർശിക്കാം, രാഷ്ട്രീയ പ്രവർത്തകരെ വിമർശിക്കാം, പ്രധാനമന്ത്രി മുതൽ പഞ്ചായത്ത് മെമ്പറെ വരെ നിങ്ങൾക്ക് ആക്രമിക്കാം, കുഴപ്പമൊന്നുമില്ല. അതിന് ബേസ് ഉണ്ടാവണം. പക്ഷേ സ്വന്തം രാഷ്ട്രീയ അജണ്ട ഏകപക്ഷീയമായി നടത്താൻ വേണ്ടി പ്രോഗ്രാമുകൾ ഉപയോഗിക്കരുത്. യുവജനോത്സവം പോലെയുള്ള പരിപാടികൾ ഇനിയും സംപ്രേഷണം ചെയ്താൽ ഏഷ്യാനെറ്റിൻ്റെ സ്ഥാനം ജീവൻ TVയുടെ താഴെ നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവൻ TVയെ ഞാൻ ചെറുതാക്കി പറയല്ല, റേറ്റിംഗ് അനുസരിച്ച് അവർ വളരെ പിന്നാക്കം നിൽക്കുന്ന ചാനലാണ്. അവരും മുന്നോട്ട് കയറി വരും, ജീവനും ജയ്ഹിന്ദും ഒക്കെ മുന്നോട്ട് വരട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ കൈരളി TVയും മീഡിയ വണ്ണും ചെയ്യുന്ന പണി ഏഷ്യാനെറ്റ് ചെയ്യുന്നത് അതിൻ്റെ സ്വതന്ത്രമായ ഒരു നിലപാടിന് ഭൂഷണമല്ല. ഞാനും എൻ്റെ വീട്ടിൽ ആദ്യം വെക്കുന്ന പ്രോഗ്രാം നമസ്തേ കേരളമാണ്, അവസാനം വെക്കുന്ന പ്രോഗ്രാമും ഏഷ്യാനെറ്റിൻ്റെ 10 മണി വാർത്തയാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് സ്വതന്ത്രരായ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്കൊരു വിശ്വാസ്യതയുണ്ട്, ആ വിശ്വാസ്യത ഇനിയും തുടർന്നുണ്ടാവണം എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ ലക്ഷക്കണക്കായ പ്രേക്ഷകർ. പക്ഷേ യുവജനോത്സവത്തിൽ ഈ ഷിഹാസ് ചെയ്തതുപോലെയുള്ള പരിപാടികൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനാണ് സിന്ധു സൂര്യകുമാറും വിനു ബി ജോണും ഒക്കെ തീരുമാനിക്കുന്നതെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ കഥ അധികം താമസം കൂടാതെ പ്രേക്ഷകർ കഴിച്ചു തരും എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഏഷ്യാനെറ്റ് എക്കാലത്തും ഒന്നാമത്തെ ചാനലാവട്ടെ, ഏറ്റവും മുന്നിൽ നിൽക്കട്ടെ, ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള ചാനലായും തുടരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ യുവജനോത്സവം എന്ന ഇന്ന് ടെലികാസ്റ്റ് ചെയ്ത പരിപാടി ഏഷ്യാനെറ്റിന് ഭൂഷണമാണോ എന്ന് ഉത്തരവാദപ്പെട്ടവർ ഒരിക്കൽ കൂടി ആലോചിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.